ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജുറാസിക് പാർക്കിൽ ഡൈനോസറിനെ പിടിച്ച് പോലീസിന് കൊടുത്താൽ കുറച്ച് പൈസ തരും പറഞ്ഞു. ന്യൂസ് അങ്ങനെ കേട്ടത്, സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്കാം. പോലീസുകാരോട് പറഞ്ഞാൽ ഓല് സത്യമാണ് പറയില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നമുക്ക് ഇതിലിപ്പോൾ ഏതൊരു ഈ ബെൻസ് കാർ എടുക്കാം. ഗൈസ്, ഈ ബെൻസ് കാർ നമ്മൾ എടുത്തിക്കണേ. ഈ കാറിൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ, എന്നിട്ട് ഓലോട് ചോദിച്ചു നോക്കുക ഇങ്ങനെ ന്യൂസിൽ കേട്ട ശരിയാണോ. ന്യൂസ് കേട്ടാൽ വിശ്വസിക്കാനൊന്നും പറ്റൂല. നല്ല നമുക്ക് നേരെ പോയോക്കാം. വണ്ടിയൊക്കെ കയറിയിരിക്കണേ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോയോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കണെങ്കിൽ നമുക്ക് നേരെ പോലീസിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് ചോദിച്ചു നോക്കാം. ഗൈസ്, അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്തി നമുക്ക് വണ്ടി നിർത്തുന്ന സ്ഥലമുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടെ പോലീസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നിർത്തിടാം. ഗൈസ്, അങ്ങനെ സൈഡിൽ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നേരെ ഇറങ്ങിയാണ്. ഇവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്, തോക്കൊക്കെ പിടിച്ച് നിൽക്കണം. നമുക്ക് നേരെ അതിനോട് ചോദിച്ചു നോക്കാം. മുന്നേ തന്നെ നിൽക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം എന്താണെന്ന്. നമുക്ക് നേരെ അവരോട് ചോദിച്ചു നോക്കാം. അല്ല സാർ, അപ്പോൾ ഡൈനോസറിനെ ജീവനോടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്താൽ എന്താ തരും എന്നൊക്കെ പറഞ്ഞത് സത്യമാണ്? ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഓലോട് പറയാം. ഗൈസ്, അപ്പോൾ നമ്മളോട് ഓലോട് വർത്താനം പറയാനാ പറഞ്ഞു. നമുക്ക് നേരെ ഓലോട് ചോദിച്ചു നോക്കാം എന്താണെന്നൊന്നും അറിയാം. നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. അത് സാറ്, അപ്പോൾ ഇവിടെ ഡൈനോസറിനൊക്കെ പോലീസുകാർക്ക് തന്നാൽ നമുക്ക് കുറച്ച് ഇതൊക്കെ തരും എന്നാ പറഞ്ഞു. ന്യൂസിൽ കേട്ടാൽ ഞാൻ എന്താണെന്ന് അറിയില്ല. ന്യൂസിൽ കേട്ട സത്യം തന്നെയാണ്. ഡൈനോസറിന്റെ ജീവനോർക്ക് തന്നാല് നമുക്ക് കുറച്ച് പൈസ ഒക്കെ തരും. അപ്പൊ അതിന് ആരും വന്നിട്ട് അപ്പൊ ആദ്യമായിട്ട് വന്നതാണ്. ആരും നിൽക്കാത്തൊരു കേസാണ്. അപ്പം നമ്മൾ അധികം പറ്റിയിട്ടൊന്നുമില്ല. ഹലോ ഗൈസ്, അപ്പോൾ അത് സത്യമല്ല. പക്ഷേ ഇതെങ്ങനെ ലീക്കായി പോയതാണ്. ഇതെങ്ങനെ ടി വി കൂടെ ആരാ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതാരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഇത് സത്യം ഇത് പിടിച്ചാൽ പൈസ ഒക്കെ തരുമെന്ന് പറഞ്ഞിനി. പക്ഷേ ആ ടി വിയിൽ പറഞ്ഞത് ന്യൂസ് ശരി തന്നെയാണ്. എന്നാലും നമുക്ക് നേരെ പോയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഒക്കെ ശരിയായിക്കണേ. നമുക്ക് നേരെ ഡൈനോസറിൻ്റെ അടുത്തേക്ക് പോവാം. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. വണ്ടിയിൽ നമുക്ക് നേരെ ഡൈനോസറിൻ്റെ അടുത്ത് പോവാം. അതേപോലെ അങ്ങനെ ഡൈനോസറിൻ്റെ സ്ഥലത്തൊക്കെ നമുക്ക് വാതിൽ തുറന്നു തരേണ്ടി. ഇതാണ് അങ്ങനെ വാതിലൊക്കെ തുറന്ന് നിൽക്കണ്. നമ്മൾ നല്ല കയറി കഴിഞ്ഞ് ഡൈനോസറിനെ തപ്പി പിടിച്ചണം. അതാണ് നല്ല ടാസ്ക്. എന്നിട്ട് പുറത്തേക്ക് ഇറക്കണം. എന്നിട്ട് ഓലെ വിളിച്ച് പറയാം. ഈ സമയം ഡൈനോസറിനൊക്കെ കണ്ടുപിടിച്ച് നമ്മളെ ബാക്കിൽ ഡൈനോസർ ഉണ്ടാകണ്ട. ഈ ഡൈനോസറിനാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. സീനൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് നേരെ ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കേണ്ടി വരും. കുഴപ്പമൊന്നും നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ പുറത്ത് കിടക്കണം. നമ്മൾ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. കുഴപ്പമൊന്നും നമ്മൾ ബാക്കിൽ ഇങ്ങനെ വരുന്നുകൊണ്ട് നമുക്ക് നേരെ പുറത്ത് കടന്നിട്ട് നമുക്ക് നേരെ കാണാം. അത് ഈ സമയം നമ്മൾ വാതിലൊക്കെ തുറന്നു നിങ്ങൾ നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് പോയിട്ട് നമുക്ക് കുറച്ച് മുന്നിൽ നിർത്തിയിടാം. റോട്ടിൻ്റെ നടക്ക് നിർത്തിയിടും. കഴിച്ച് അങ്ങനെ ഇവിടെ കുറച്ച് നേരം കുറച്ചും കൂടെ മുന്നിൽ ഇവിടെ നിർത്തിയിടാം. കഴിച്ച് സമയം നിർത്തിയിങ്ങനെ എന്താ ചെയ്യുമോ നോക്കുക. കഴിച്ച് നമ്മൾ നിർത്തിയപ്പോൾ അതൊന്നും നിന്നിങ്ങനെ നമുക്ക് ഇനി ഇറങ്ങി നോക്കാം. കഴിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങിയൊക്കെ ചെയ്തിങ്ങനെ. അത് ഇറങ്ങിയപ്പോൾ നമ്മളൊന്നും നടന്നപ്പോൾ ഓരും നടന്നിക്കണേ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. എന്നിട്ട് പോലീസിനെ വിളിച്ചാൽ പോലീസ് എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് കാണില്ല. ഈ തലയും കൂടെ കാണില്ല. കഴിച്ച് കണ്ട ഇവിടെ നോക്കിയിട്ട് നമുക്ക് നേരെ ഇനി പോലീസിനെ വിളിച്ചാൽ കൊണ്ടുപോയിക്കോളും. പോലീസിനെ വിളിച്ചാൽ അത് ദിവസം പോലീസുകാരൊക്കെ വിളിച്ചു. പോലീസുകാരൊക്കെ കൊണ്ടുപോയിക്കാണ്. അപ്പം നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് 2 പോലീസുകാരെ ഒന്ന് കൊണ്ടുപോയിട്ടുള്ളൂ. വേറൊന്നും ചെയ്തില്ല. നമുക്ക് നേരെ ഇനി പെരിക്ക് പോവാം. ഓല് ഇനി വിളിച്ചേക്കാരൊന്നും വില വിളിച്ചിട്ടില്ല. നമുക്ക് നേരെ വിളിച്ചുകാണ്ട് ആരെ അന്വേഷിച്ച് നോക്കാം. നമ്മൾക്ക് പൈസ ഒക്കെ തരുമെന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്നും തന്നിട്ടൊന്നുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വെക്കാരം. നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് നേരെ പോവാം. നേരെ വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ കാർഗരാജൊക്കെ ഒന്ന് വന്ന് കുറേ കാലമായില്ലേ കാർഗരാജൊക്കെ വന്ന്. നമുക്ക് നേരെ വണ്ടി വളച്ചിട്ട് നിൽക്കുക. പക്ഷെ എപ്പോഴും നമ്മൾ അവിടെ കയറ്റിയിട്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ കയറ്റിയിട്ടാണ് വളച്ചിട്ട് നിർത്തിയിടുക. പക്ഷെ അങ്ങനെ വളച്ച് നിർത്തിയിട്ടിരിക്കണേ. പക്ഷെ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് കാർഗരാജ് പോകാം. നമ്മൾ കുറേ കാലമായി കാർഗരാജൊക്കെ വന്നു. ആകെ ഒരട്ടം വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. നമ്മൾ കുറേ തിരക്കിലൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ വരലില്ല. അപ്പം നമ്മൾ വന്ന് നോക്കിയതാണ്. നമുക്ക് നേരെ പോയി വന്നിട്ട് നമുക്ക് കാണാം കുറേ ബിസിനസ്സൊക്കെ കാര്യമായിട്ട്. അത് കഴിച്ചപ്പോൾ കാർഗരാജ്യത്ത് കുറേ കഴിഞ്ഞൊക്കെ ചെയ്ത് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകാം. ഇതൊരു പോലീസുകാരൊന്നും വിളിച്ചിട്ട് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ വിളിച്ചേണ്ടി വരും. നല്ല തെരുവുള്ളേക്കാരം. ഈ ലീക്ക് ആരാ പുറത്ത് വിട്ടതാണ്. അപ്പോൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ സിറ്റിയിൽ പെട്ടെന്ന് അറിഞ്ഞതാണ്. അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചതാണ്. അപ്പം നമ്മളാണ് ഫസ്റ്റ് ചോദിച്ചെത്തിയത്. ഞാനും ചോദിച്ചെത്തിക്കണമെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് നേരെ പോവാം. കേസ് അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണം. കേസ് നമുക്ക് വീട്ടിൽ വണ്ടി നമുക്ക് ഇവിടെ വളച്ച് കണ്ട കേസ് വളക്കൊന്നും വേണ്ട. കേസ് ആ സാരമില്ല, നമുക്ക് വളച്ച് കണ്ട് നേരെ നിർത്തിയിടാം. കേസ് അപ്പോൾ ആ വണ്ടീൻ്റെ ഒപ്പം നിന്നോട്ടെ. കേസ് നമുക്ക് അങ്ങനെ ബാക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഈ കാറിൻ്റെ ഒപ്പം നിന്നാണ് വളക്കാം. കേസ് ഇതൊരു പോലീസുകാരൊന്നും വിളിച്ചിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തെ വിളിച്ചാകാരെന്ന് വിചാരിച്ചു. എന്നാലും വിളിച്ചിട്ടില്ല. വെയിറ്റ് നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. കേസ് നമ്മളിപ്പോൾ ഈ കാറത്താണ് പോണത്. കേസ് ഈ കാറത്തെ പോയി നമ്മൾ ആ കാറൊന്നും അധികം എടുക്കലൊന്നുമില്ല. കേസ് നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാം. നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാം. കേസ് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയാണ്. അപ്പോൾ കേസ് നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട്
നമുക്ക് പോലീസുകാരെ വിളിച്ചൊന്ന് വിളിച്ചണവരെ നമുക്ക് നിൽക്കേണ്ടി വരും. അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഗൈസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറിയിക്കണേ നമുക്ക് നേരെ ഡ്രസ്സ് മാറി ഗൈസ്. നമ്മളെ ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ കുറേ കാലം ജിമ്മിലൊന്നും പോകാനില്ല. ജിമ്മിനൊക്കെ പോകണം ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പോലീസുകാരൊക്കെ വിളിച്ചിരിക്കണം. നമുക്ക് നേരെ പോയി നോക്കാം ഗൈസ്. നമ്മൾ ഈ ബനിയനിട്ടപ്പോൾ നമ്മൾ അധികം ഈ ബനിയനിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാനില്ല. എന്നാലും സാരമില്ല. നമുക്ക് ഈ കാർ എടുത്ത് കാണാൻ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. മറ്റേ കാറൊന്നും എടുക്കാം. നമുക്ക് ഈ കാർ എടുത്ത് കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഗൈസ്. നമ്മൾ പോലീസുകാർ വിളിച്ചതാണ്. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വിളിച്ചാന്ന് രാഴ്ച കാത്തു തിരക്കേന് പോലും ഇങ്ങോട്ട് വിളിച്ചത്. നമ്മൾ പോയാൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ പോകാം. അത് കഴിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കുന്നത് നമുക്ക് വണ്ടി നമുക്ക് നേരത്തെ നിർത്തിയിടാം. ഇവിടെ കുറേ പോലീസുകാർ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ പോലീസുകാരാകെ 5 പോലീസുകാരുള്ളൂ ഗൈസ്. മുന്നിൽ 2 ബാക്കിൽ 3 ഗൈസ്. നമുക്ക് നേരെ ഉള്ളിൽ കയറി പോയി പൈസ പോയി മേങ്ങാം ഗൈസ്. ഈ പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് നേരെ പോയി പൈസ മേങ്ങാം. നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ നേരെ പൈസ പോയി മേങ്ങാം. ഡൈനോസറിനൊക്കെ പിടിച്ച് അപ്പൊ ഡൈനോസറിനെ ആര് പിടിച്ചാലൊന്നും മുന്നോട്ട് വന്നിട്ട് ആദ്യമായിട്ട് വന്നത് നിങ്ങളാണ്. അപ്പൊ അഭിനന്ദനങ്ങൾ. അപ്പം നമുക്ക് ക്യാഷ് തരാൻ കുറച്ച് വിട്ടുപോയതാണ്. നമ്മള് വിളിച്ചാൽ കാത്തുന്നതാണ്. അത് കഴിച്ചാൽ നമുക്ക് പൈസ കിട്ടിയിരുന്നു. ഓല് വിളിച്ചൊന്ന് കാത്തുന്നതിനല്ല. പിന്നെ കുറച്ച് നേരം വയ്ക്കാമല്ലോ. നമുക്ക് കുഴപ്പമൊന്നും നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിരിക്കണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ബാക്കിൽ കുറേ എന്തൊക്കെ ആൾക്കാർ ജയിലിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കുത്തിർക്കോട് കുറേ ആൾക്കാരുണ്ട്. നമുക്ക് നേരെ വണ്ടിയിൽ കയറി നമുക്ക് നേരെ വീട്ടിൽ പോകാം. നമുക്ക് പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടിയൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏറ്റെടുത്ത കാര്യം ശരിയായിക്കണേ. അതേപോലെ നമുക്ക് പൈസ കിട്ടി. നമുക്ക് നേരെ ഈ വീട്ടിൽ പോകാൻ ഇനി വേറെവർക്കും പോകാനൊന്നുമില്ല. നമുക്ക് നേരെ ഇനി വീട്ടിൽ പോകാം. അത് കഴിച്ച് നേരെ വീട്ടിലൊക്കെ എത്തി നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് നിർത്തിടാം ഗൈസ്. അപ്പം നമുക്ക് നേരെ വണ്ടി വന്ന് നിർത്തിയിട്ട് നമുക്ക് നേരെ ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയത് അത് ഗൈസ്. നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുകയും ചെയ്തത്. അപ്പം നമ്മൾ റാത്തയക്കണം. അത് ഗൈസ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബായ്.